നീ പറഞ്ഞല്ലോ ലാലേട്ട സ്ക്രീനിൽ പറയാൻ കൊള്ളാം. നീ പറഞ്ഞാണല്ലോ പാടി പണ്ടാണെങ്കിൽ പോത്തോ. ഇല്ലടാ പ്രകാശ, ഞാൻ പറഞ്ഞതാ. ഡോണ്ട് ആംഗ്രി മീ. ഞാനിപ്പം പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, നീ വേറെ ആരോടും നീ പറയാൻ നിൽക്കണ്ട. ഞാൻ ആരോട് പറയും? ഒരു കാര്യമുണ്ട്, ഈ ഡയലോഗൊക്കെ ഉണ്ടല്ലോ ലാലേട്ടൻ പറയുമ്പോൾ കൊള്ളാം. നീ പറഞ്ഞാണല്ലോ ഒന്നാം പണി കിട്ടും. ഇല്ല പ്രകാശ, ഞാൻ പറഞ്ഞതാ ഡോണ്ട് ആംഗ്രി മീ. അതൊക്കെ പോട്ടെ, ഒരു അത്യാവശ്യമുണ്ട്. നീ എന്തൊരു കഷ്ടമാണ് ഇത്. ഇതിന്റെ പണിപണി നമുക്കിട്ടാണല്ലോ. ഇവന്റെ പള്ളി പോയി എടാ ഒരു കാര്യം. എടാ നിന്റെ പപ്പ ഉണ്ടല്ലോ, പപ്പയുടെ നമ്പറിൽ നിന്ന് ചോദിക്കട്ടെ, നിന്റെ ആഗ്രഹം എന്നാണ്? രണ്ടുതരം കാണിക്കട്ടെ പ്രകാശ. പപ്പ എങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാണല്ലോ എന്നെ തിരിച്ചങ്ങോട്ട് വിളിക്കും. ഒന്നാമതെ നാട്ടിൽ 10-200 ഏക്കർ നോക്കി കിടത്താൻ ആളില്ലെന്ന് പറയുമ്പോൾ പപ്പ എപ്പോഴും വിളിക്കാം. ഇനിയിപ്പോ ഇതും കൂടെ കേൾക്കേണ്ടതാവും, പപ്പ എന്നെ അങ്ങോട്ട് തിരിച്ചു വിളിക്കും. നീ എന്തിനാടാ എന്നെ ബുദ്ധിമുട്ടിക്കാനട്ടാ? ഏക്കറിലാ കെട്ടിട്ട് ഇവിടെ വന്ന് പണ്ടാറണം. എന്റെ മോനെ ജീവിക്കണ്ടേ, ലൈഫ് സ്റ്റൈൽ, നമ്മുടെ സ്റ്റൈലിലുള്ള ജീവിതം. നീ വിഷമിക്കണ്ട, കമ്മീഷൻ ഇപ്പം കിട്ടും, നിന്നെ എല്ലാം ശരിയാക്കി തരാം. എന്നാലും തോന്നൂല. ഓ ഹലോ, അമ്മയല്ലേ? അമ്മ പറ. ഇപ്പൊ എന്നെ പറ്റി പശുവിന്റെ ഇപ്പൊ എന്നെ അത് കഴിഞ്ഞാഴ്ചല്ലേ പറ്റോ? വീണ്ടും ദീനമാണോ? ശരിക്കും ഇത് എത്ര രൂപ? 20,000 രൂപയോ പശുവിനോ? എന്റെ അമ്മ ഒരു 5 മിനിറ്റ് മുമ്പ് വിളിക്കാൻ പറ്റില്ല. ഒരു കാലമാടം വന്നേച്ച് എന്റെ പൈസ മുന്നേ കൊണ്ട് അവർക്ക് ഇനി എന്ത് തരുമെന്ന് അറിയാൻ പറ്റില്ല. ഒറ്റ വെക്കണ്ട, അയക്കാം. ഞാൻ ഗൾഫില്ല, അയക്കാം. എല്ലാം കൂടെ എല്ലാം പശുവായിട്ട് പന്നിയായിട്ട് പണി പണ്ടാകണമെന്ന് പറയാം. അച്ഛനൊരു പാവമാണ്. എന്റെ അച്ഛനല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. കാശൊക്കെ ഉണ്ടായിട്ട് വേണം അച്ഛനെ ഒന്ന് വിളിക്കാൻ. ഇതൊക്കെ ലാലേട്ടൻ പറഞ്ഞാൽ കൊള്ളാം. നീ പറഞ്ഞ പണി കിട്ടും കേട്ടോ. എന്ത് പണി കിട്ടും? ഞാൻ ഉള്ളതാ പറഞ്ഞു. എന്നത് ഇത് കൂടുതലൊന്നും പറയാനായിട്ടൊന്നുമില്ല. പറ. എന്നാ പറഞ്ഞോ? പിന്നെ എന്നാ മനുഷ്യനാണ്? ഓക്കെ, പ്രകാശോ എന്നാ പെട്ടെന്ന് എന്റെ ഇല്ല എങ്ങനെ ചോദിച്ചെടുത്തു ഞാൻ പ്രസവിക്കുന്നു. ബോണസ് കിട്ടിയില്ല. ബോണസ് എടാ ഞാനിത് തന്നു നിനക്ക് എത്ര എമൗണ്ട് എനിക്ക് തരാമെന്നല്ല ഓർമ്മയുണ്ടോ? എല്ലാം ഉണ്ട്, എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് പ്രകാശം. ഒന്നും മറക്കുന്നവരല്ല. ഈ എഴുതി വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പൈസ തരും, ചുമ്മാതല്ലോ. നിന്നോട് ഞാൻ ചോദിച്ചിട്ടല്ലേ, നീ പൈസ നിനക്ക് തിരിച്ചു തന്നിരിക്കും. ഞാൻ വളരെ ബുദ്ധിമുട്ടി ഒരു ചിട്ടി പിടിച്ച് വെച്ചിരിക്കുക. മനസ്സിലായി? ഈ നാട്ടിലോട്ട് അയക്കാൻ എനിക്ക് കടവും ബാധ്യതയുണ്ട്. പശു പന്നി എനിക്ക് വളർത്തുമോ ഞാൻ? നമുക്ക് ചിട്ടി പിടിക്കാമല്ലോ. ചിട്ടി പിടിക്കുന്ന മുമ്പ് എന്റെ കാശ് വന്നാൽ പോരെ? എപ്പോ തരും? 10 days, not more than that. ആ ബെഡ്റൂമിൽ ഇരിപ്പുണ്ട്. അടുത്തോട്ട് പോകും. ആയിക്കോട്ടെ. പ്രകാശം 2000 അത്യാവശ്യം പരിപാടിയുണ്ട്, കാര്യമുണ്ട്. അതിന് പോകാൻ വേണ്ടി ഞാൻ നിനക്ക് പൈസ തിരിച്ചു തരും. ഒരു തീപ്പൊരി പ്രസംഗം ഇന്ന് പള്ളിയുടെ ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ട്, അതിനു വേണ്ടിയുള്ള. എടാ, ഞാൻ ഈ പള്ളി കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ടുള്ളതാണ്. ഇപ്പം കുറെ പിള്ളേർ വന്നിരിക്കുന്നു. സെക്രട്ടറിഷിപ്പ് നമ്മളൊക്കെ പ്രായമുള്ളവന്മാര്, നമുക്കൊന്നും ഒരു വിലയില്ല. ഈ പ്രസംഗത്തിൽ ഞാൻ എല്ലാം തകർക്കും. I am a rebel. I don't like it. I won't accept it. ഹിന്ദി പറഞ്ഞ ബാഗി ഹുമേ. നീ അവിടെ തന്നെ എല്ലാവരും കടം മേടിച്ച് കാണും, നിനക്ക് തോന്നുന്ന. എടാ നീ ചുമ പ്രകാശം നീ എന്നെ വേറോർച്ച് കാണില്ലേ? വിൻസെന്റ് തോമസ് എല്ലാരോടും കടമൊന്നും ചോദിക്കത്തില്ല. നമ്മൾ അടുപ്പമുള്ളതുകൊണ്ട് നിന്നോട് ഞാൻ വല്ലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, മേടിച്ചിട്ടുണ്ട്, തന്നിട്ടുണ്ട്. നീ തരുമല്ലോ. എടാ, എനിക്ക് നഷ്ടപ്പെടാതിരിക്കുന്ന ഒരു കാര്യം മാത്രം, ചങ്കൂറ്റം മാത്രം. പല്ലിന് പല്ല്, കല്ലിന് കല്ല്.
അടുത്തേക്കിരുന്ന് ഇങ്ങനെ ചിരിക്കുന്നേ പകൽച്ചിരി എന്തുവാ ഡിസ്റ്റർബ് ചെയ്യേ എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട്. വിൻസെന്റേ, എടാ ഇന്നലെ ഞാൻ പറഞ്ഞില്ലടാ അപ്പുറത്തെ ഫ്ലാറ്റിലോട്ട് ഒരു ഐറ്റം കയറി പോയത് നീ കണ്ടോ? ഒന്നും കുഴപ്പമില്ല. അത് പോട്ടെ, ഇത് പറയാം ചിരിച്ചുകൊണ്ടിരുന്നതിന്റെ കാര്യം പറ. ഇന്നലെ ജോയിൻ ചെയ്തത് അവൾ എന്നെ നോക്കിയോ എന്നൊരു സംശയം. ആരെ എപ്പം നോക്കി? കഥ കല, ശശികല, അതാ അവളുടെ പേര്. ശശികല, ശശികുമാർ. കൊള്ളാമല്ലോ. എടാ അച്ഛനോട് കൂടെ ചോദിക്കും, പെങ്ങളായിരിക്കും. എടാ എന്റെ അച്ഛൻ ഒരു പാവമാണ്. പാവം പോവൊക്കെ പോട്ടെ. സ്വല്പം കാശുണ്ടായിട്ട് വേണം. കേട്ടെ